ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇംഗ്ലീഷ് പാർട്ടും ഗ്രാമറും നോക്കാം. വീഡിയോയിലേക്ക് പോവാം. 81. റീറൈറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് സോ ദാറ്റ്. ദ germ ഈസ് ടു സ്മാൾ ടു ബി സീൻ വിത്ത് എ നേക്കഡ് ഐ. ആൻസർ ഓപ്ഷൻ ബി. The germ is so small that it cannot be seen with a naked eye. ഇതാണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ 82. Find the word equivalent to a feeling of shyness or embarrassment that stops you from doing or saying what you really want. Answer option A. Inhibition. Inhibition എന്ന് പറഞ്ഞാൽ അർത്ഥം നിരോധനം എന്നാണ്. നിരോധനം. 88. Fill in the blank in the given below sentence. Neither of them dash me. Answer option D. Loves. 84. Change into indirect speech. Alas, my uncle met with an accident, he said. Answer option B. He cried out that his uncle had met with an accident. 85. Change the following sentence into superlative degree. Light travels faster than anything else. Answer option C. Of all things in the world, light travels the fastest. 86. Choose the correct preposition to fill in the blank given below. The burglar jumped dash the compound wall. Answer option D. Over. 87. Find out the meaning of the idiom tie yourself up in knots. Answer option C. Become very confused when you are trying to explain something. 88. Complete the following sentence using suitable articles. On dash way we saw dash one-eyed beggar. Answer option B. On the way we saw a one-eyed beggar. 89. What is the expansion and meaning of the abbreviation given below? AM. Answer option B. Anti-meridium before midday. 90. Find out the synonym for the word feud. Answer option C. Quarrel. അപ്പോൾ ഫ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാറൽ, വഴക്ക്. ഇനി നമുക്ക് ഗ്രാമർ പാർട്ടിലോട്ട് പോവാം. അപ്പം ഇന്ന് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും എന്താണെന്ന് പഠിക്കാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഘടനയെന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബ് പ്ലസ് ഓബ്ജെക്റ്റ്. അപ്പോൾ ഉദാഹരണം നോക്കാം. റാണി ഹാസ് ബ്രോക്കൺ ഹെർ ആം. റാണി എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഇവിടെ ഹാസ് ഉപയോഗിച്ചിരിക്കുന്നു. റാണി എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് ഉപയോഗിച്ചു. പ്ലൂറൽ ആയിരുന്നെങ്കിൽ ഹാവ് വന്നേനെ. ബ്രോക്കൺ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ബ്രേക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ബ്രോക്കൺ. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ഹർ ആം എന്നുള്ളത് ഓബ്ജക്റ്റ് ആണ്. അപ്പം സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബ് പ്ലസ് ഓബ്ജക്റ്റ്. അതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഘടന. അപ്പം എവിടൊക്കെയാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്? ടു എക്സ്പ്രസ് കംപ്ലീറ്റഡ് ആക്ടിവിറ്റീസ് ഇൻ ദ റീസെന്റ് പാസ്റ്റ്. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് ചെയ്ത് തീർത്തൊരു കാര്യം ചെയ്ത് തീർത്തതേ ഉള്ളൂ, ആ കാര്യം പറയാനായിട്ട് ഉപയോഗിക്കുന്നു. പിന്നീട് ടു എക്സ്പ്രസ് പാസ്റ്റ് ആക്ഷൻസ് ഹൂസ് ടൈം ഈസ് നോട്ട് ഗിവൺ. അപ്പം പണ്ടെപ്പോഴോ നടന്ന കാര്യം, അതിൻ്റെ സമയം കൃത്യമായിട്ട് അറിയില്ല, അങ്ങനെയുള്ള ഒരു കാര്യം പറയുന്നതിന്. പിന്നീട് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ഹാപ്പൻഡ് ബിഫോർ ദ എക്സ്പെക്റ്റഡ് ടൈം ഇൻ ദ പാസ്റ്റ്. പ്രതീക്ഷിച്ചതിലും നേരത്തെ സംഭവിച്ച ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ. അപ്പം ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ടു എക്സ്പ്രസ് കംപ്ലീറ്റഡ് ആക്ടിവിറ്റീസ് ഇൻ ദ റീസെന്റ് പാസ്റ്റ്. അപ്പം അതിൻ്റെ ഉദാഹരണം ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് മൈ വർക്ക്. അപ്പം ഞാൻ എൻ്റെ ജോലി ഇപ്പോൾ അങ്ങോട്ട് തീർത്തതേ ഉള്ളൂ.
പിന്നീട് ടു എക്സ്പ്രസ് പാസ്റ്റ് ആക്ഷൻസ് ഹൂസ് ടൈം ഈസ് നോട്ട് ഗിവൺ. അപ്പം നേരത്തെ നടന്ന കാര്യം അതിൻ്റെ ടൈം എപ്പോഴാണെന്ന് അറിയില്ല. അതിൻ്റെ ഉദാഹരണം ഐ ഹാവ് സീൻ ഹിം ബിഫോർ. ഞാൻ അവനെ മുമ്പ് എപ്പോഴോ കണ്ടിട്ടുണ്ട്, എപ്പോഴാണെന്ന് അറിയില്ല. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ഹാപ്പൻഡ് ബിഫോർ ദ എക്സ്പെക്റ്റഡ് ടൈം ഇൻ ദ പാസ്റ്റ്. പ്രതീക്ഷിച്ചതിലും നേരത്തെ സംഭവിച്ച ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ. ഷീ ഈസ് ആൾറെഡി പെയ്ഡ് ദ ഫീ. അവൾ അവളുടെ ഫീസ് ഓൾറെഡി അടച്ചു കഴിഞ്ഞു, നേരത്തെ തന്നെ അടച്ചു കഴിഞ്ഞു. അപ്പം അങ്ങനെയുള്ള സെൻറ്റൻസിൽ ഓൾറെഡി അവിടെ കാണും. ഓൾറെഡി ഷീ ഈസ് ഓൾറെഡി പെയ്ഡ് ദ ഫീ. ഓൾറെഡി അവൾ ഫീസ് അടച്ചു കഴിഞ്ഞു. ഓൾറെഡി എന്നുള്ള വാക്ക് വന്നാൽ അത് ഏതായിരിക്കും? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. അപ്പം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് അറിയാനായിട്ട് ആ സെൻറ്റൻസിൽ ഏതൊക്കെ വാക്കുകൾ കാണും നോക്കാം നമുക്ക്. ജസ്റ്റ്, യെറ്റ്, ആൾറെഡി, റീസെൻ്റ്ലി, ലേറ്റ്ലി, സോ ഫാർ, സ്റ്റിൽ, എവർ, നെവർ. അപ്പം ഈ വാക്കുകളൊക്കെ ഒരു സെൻറ്റൻസിൽ ഉണ്ട് എങ്കിൽ അത് ഏത് ടെൻസ് ആയിരിക്കും? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. അപ്പം പരീക്ഷയ്ക്ക് വരുമ്പോൾ ഒരു സെൻറ്റൻസ് തന്നാൽ ഇതിനകത്ത് ഏതെങ്കിലും ജസ്റ്റോ ആൾറെഡിയോ ലേറ്റ്ലിയോ ടില്ലോ എവറോ എന്തേലും അതിൽ കാണും, ഒരു സെൻറ്റൻസിൽ കാണും. അപ്പോൾ നമുക്കറിയാം അത് ഏത് ടെൻസ് ആയിരിക്കും? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. ഇനി അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഘടന എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing പ്ലസ് സിൻസ് ഓർ ഫോർ പ്ലസ് ടൈം. അപ്പം എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing പ്ലസ് സിൻസ് ഓർ ഫോർ പ്ലസ് ടൈം. അപ്പം ഇത് ഇത്രയും കേട്ടൊന്നും പേടിക്കേണ്ട, ഏറ്റവും എളുപ്പമുള്ള ടെൻസാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പം അതിൻ്റെ ഉദാഹരണം നോക്കാം. ദേ ഹാവ് ബീൻ പ്ലേയിങ് സിൻസ് 4 o'clock. അപ്പോൾ ഇവിടെ ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് ഉപയോഗിച്ചു. പ്ലേയുടെ ing ഫോം പ്ലേയിങ്, സിൻസ്, ടൈം 4 o'clock. അപ്പോൾ ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഘടന. അപ്പോൾ ഇത് എവിടൊക്കെയാണ് ഉപയോഗിക്കുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എവിടൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ബിഗാൻ ഇൻ ദ പാസ്റ്റ് ആൻഡ് ഗോയിങ് ഓൺ ദ ടൈം ഓഫ് സ്പീക്കിംഗ്. അപ്പോൾ ഭൂതകാലത്തിൽ തുടങ്ങിയ ഒരു ആക്ഷൻ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിനെ കാണിക്കാനാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നേരത്തെ തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, അതിനെ കാണിക്കാനാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പ്രസന്റ് ഒരു സെൻറ്റൻസിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണോ, ഒരു സെൻറ്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ അതിനകത്ത് സിൻസോ ഫോറോ ഏതെങ്കിലും ഒന്ന് കാണും. അപ്പോൾ അത് കാണുമ്പോഴേ അത് ഏതായിരിക്കും? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. അപ്പോൾ സിൻസ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്തിനാണ്? സിൻസ് ഉപയോഗിക്കുന്നത് പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാനാണ്. സിൻസ് ഉപയോഗിക്കുന്നത് പോയിന്റ് ഓഫ് ടൈം. ഫോർ ഉപയോഗിക്കുന്നത് പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാനാണ്. ഫോർ ഉപയോഗിക്കുന്നത്. പോയിന്റ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു സമയം കൃത്യമായിട്ടൊരു സമയം പറഞ്ഞേക്കും. 2 മണി 3 മണി അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു സമയം പറയും. അങ്ങനെ ഒരു സമയം ഒരു സെൻറ്റൻസിലുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് സിൻസ് ആയിരിക്കണം. പിന്നീട് പീരീഡ് ഓഫ് ടൈമാണ് തന്നിരിക്കുന്നതെങ്കിൽ, അതായത് ഒരു ടൈം പീരീഡ്. ഇപ്പോൾ ഇവിടെ നോക്ക്, ഈ ഉദാഹരണം നോക്ക്. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ദെയർ ഫോർ 10 years. അപ്പോൾ 10 വർഷം കൊണ്ടേ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ജോലി ചെയ്യുന്നു. അപ്പോൾ 10 വർഷം അങ്ങനെ 10 വർഷം 20 വർഷം അങ്ങനെ ഒരു പീരീഡ് ഓഫ് ടൈമാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ സൂചിപ്പിക്കാൻ ഫോർ ഉപയോഗിക്കും അവിടെ. അപ്പോൾ പ്രസന്റ് ഇപ്പോൾ ഈ സിൻസോ ഫോറോ ഒരു സെൻറ്റൻസിലുണ്ടെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. പോയിന്റ് ഓഫ് ടൈം കാണിക്കാൻ സിൻസ് ഉപയോഗിക്കും, പീരീഡ് ഓഫ് ടൈമിൽ ഫോർ ഉപയോഗിക്കും. ഇത്രയേ ഉള്ളൂ.